ഇറാഖയിൽ വെച്ച് സൂറത്തുൽ അലഖ് ആദ്യം മുതൽ മാലം വ്യാഴം വരെയുള്ള ആയത്തുകൾക്കുണ്ടായിരുന്ന അവതരണമാണ്. തുടക്കം മാലം വ്യാഴം വരെ സൂറത്തുൽ അലഖിന്റെ തുടക്കം ഇഖ്റ ബിസ്മി മുതൽ മാലം വ്യാഴം വരെ ആയിരുന്നു അവതരണമാണ്. ഓക്കെ, ക്ലാസ്സുകളൊക്കെ പഠിച്ചതാണ്. ഇനി ഖുർആന്റെ സംരക്ഷണത്തെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഖുർആന്റെ സംരക്ഷണം അള്ളാഹു തന്നെ ഏറ്റെടുത്താണ്. അള്ളാഹു പറയുന്നു അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അർത്ഥം കിട്ടാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അർത്ഥം ചോദ്യം വരാൻ സാധ്യതയില്ല. ഓക്കെ, ഇനി ഖുർആന്റെ വെല്ലുവിളി. ഖുർആൻ ചില വെല്ലുവിളി ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലൊരു ഗ്രന്ഥം അല്ലെങ്കിൽ ഇതിലൊരു അധ്യായം പോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ വേണ്ടി ഖുർആൻ വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടും ഇന്നും നിലനിൽക്കുന്നു. 14 നൂറ്റാണ്ട് 1400 വർഷം പിന്നിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഖുർആനിന്റെ ദൈവികത നിഷേധിക്കുന്നവർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതുവരെ ആരും അത് ഖുർആന് ദൈവത്തിന്റെ അല്ല പടച്ചോന്റെ അല്ല പറയുന്നത് പോലും ഈ വെല്ലുവിളി സാധിച്ചിട്ടില്ല. ഇനി വലിയൊരു മുഖരുടെ സംഭവം ഉണ്ടല്ലോ, ഖുർആനെ പ്രവാചകനെ വിമർശിക്കാനായി അപ്പൊ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടപ്പോ അയാൾ ആകൃഷ്ടനായി നിന്നുപോയി. പിന്നീട് അബൂജഹലിനോടും മറ്റുള്ളവരോടും പല കാരണം പറഞ്ഞു പറയുകയും ചെയ്തു. അബൂജഹലൊക്കെ ചോദിച്ചാൽ എന്റെ കാര്യത്തിൽ നീ എവിടെയായിരുന്നു ചോദിച്ചപ്പോ ഓരോ കാര്യങ്ങൾ പറഞ്ഞൊഴിവായി. മുസ്ലിം തയ്യാറായിരുന്നു. ഓക്കെ, മാറ്റമില്ലാത്ത പടച്ചോനെടുത്ത് ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിലുള്ള ഗ്രന്ഥങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ ഒരു മാറ്റത്തിനും വിധേയമാവുകയില്ല. ഇതും ഖുർആന്റെ ഒരു സമാവശ്യതയാണ്. ഓക്കെ, ഇനി ശാസ്ത്രവും ഖുർആനും. ആധുനിക ശാസ്ത്രം ഈ അടുത്ത കാലത്ത് മാത്രം കണ്ടെത്തിയതും ഈ കണ്ടെത്താവുന്നതുമായ അനേകം പ്രപഞ്ചങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അതിന്റെ ഉദാഹരണങ്ങൾ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ, മനുഷ്യന്റെ ഉൽപ്പത്തി, സൂര്യന്റെ സഞ്ചാരം, ഭൂമിയുടെ ആകൃതി, ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങൾ, ഇതൊക്കെ ഖുർആൻ മുന്നേ പ്രവചിച്ചതിന്റെ ഉദാഹരണമാണ്. ശാസ്ത്രജ്ഞരുടെ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഖുർആൻ സ്പർശിക്കാത്ത പ്രാവർത്തിക പ്രതിഭാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഖുർആൻ നിയമങ്ങളും എന്താണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭരണഘടനകൾ പലപ്പോഴും ഭേദഗതി ചെയ്തിട്ടുണ്ട്. എന്നാൽ 14 നൂറ്റാണ്ടുകളിലും ഖുർആനിന് ഭേദഗതിയും ആവശ്യമായിട്ടില്ല, വരികയുമില്ല. അവര് വരികയുമില്ല. ഓക്കെ, ഇനി ചില പ്രധാന ഗ്രന്ഥങ്ങൾ പറയുന്നത് സൂറത്തുകളുടെ എണ്ണം 114 ഖുർആന്റെ മാതാവ് എന്ന് പറയുന്നത് ഫാത്തിഹയാണ്. ഖൽബുൽ ഖുർആൻ അതിന്റെ അർത്ഥം ഖുർആന്റെ ഹൃദയം എന്നാണ് നമുക്കറിയാം. യാസീനാണ്. പിന്നെ തൗഹീദിന്റെ സൂറത്ത് എന്ന് പറയുന്നത് ഇഖ്ലാസ്. പിന്നെ സൂറത്ത് മക്കിയായ മക്കയിൽ അവതരിച്ച സൂറത്തുകൾ 86, സൂറത്ത് മദനിയായ മദീനയിൽ അവതരിച്ച സൂറത്തുകൾ 28, ഇഖ്ലാസ് സൂറത്ത് ഖുർആൻ എന്ന് വെച്ചാൽ ഖുർആനിന്റെ മൂല്യത്തിനെ പഠിപ്പിക്കുന്ന സൂറത്ത് എന്നാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.